ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാവയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3 പച്ചമുളക്, 2 മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ തേങ്ങാക്കൊത്തൊക്കെ കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് തുറന്ന് വെച്ച് ചെറിയ തീയിൽ വേവിക്കാം. ഇതിലെ വെള്ളമയമൊക്കെ ഒന്ന് വറ്റുന്നവരെ നമുക്കിതൊന്ന് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അല്പനേരം നമ്മൾ തുറന്ന് വെച്ച് വേവിച്ചതിന് ശേഷം ഞാനിത് അടച്ച് വെച്ചിട്ട് വീണ്ടും ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ പാവയ്ക്കൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. ഒരു ചെറിയ രീതിയിലൊന്ന് സ്വല്പം ഒന്ന് മൊരിഞ്ഞ് വരുന്ന രീതിയിൽ വേവിച്ചെടുക്കാം. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ദേ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടി വേണമെങ്കിൽ മൊരിച്ചെടുക്കാം. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു.